അത് അവർ ഡെനിം ജീൻസ് ഇട്ടാണ് വന്നത്. അതിൽ ഒരയ്ക്കുമ്പോൾ തന്നെ നല്ല രീതിയിൽ പതയും, അതേസമയം അവർ ഉരയ്ക്കുകയും കൂടെ ചെയ്തു. സിപ്പിൽ ഉരച്ച് അതിന്റെ സൈസ് കുറച്ചു. കാരണം അവരുടെ ഇതിൽ മാത്രമാണ് വെള്ളം ഒഴുകിപ്പോകാതിരുന്നത്. ബാക്കിയുള്ളവരുടെ എല്ലാം വെള്ളം ഒഴുകിപ്പോയി, ഇവിടെ വെള്ളം കെട്ടി നിന്നു. അതിനർത്ഥം സോപ്പ് കയറി അടഞ്ഞു എന്നതിനാണ്, വേറൊന്നുമില്ലല്ലോ അവിടെ അഴുക്കുകൾ അടയാനായിട്ട്. ഹലോ, അപ്പോൾ ബിഗ് ബോസ് ഈ ആഴ്ച ഫാമിലി വീക്കാണ്. ഫാമിലിയെ ഓറിയന്റ് ചെയ്ത് ഈ പ്രാവശ്യത്തെ TRP കൂട്ടാനായിരിക്കും ബിഗ് ബോസ് ശ്രമിക്കുന്നത്. കാരണം ഫാമിലി സെന്റിമെന്റ്സ്, ഫാമിലിയുടെ തിരിച്ചുവരവ്, ഫാമിലിയെ കാണുമ്പോൾ മത്സരാർത്ഥികൾക്ക് ഉണ്ടാകുന്ന വിക്ഷോഭങ്ങൾ, ഇതൊക്കെ ആയിരിക്കും ഇത്തവണ അല്ലെങ്കിൽ ഈ ആഴ്ച മാർക്കറ്റ് ചെയ്യുന്നത്. അപ്പോൾ രണ്ട് ഫാമിലീസ് വെച്ചാണ് വരുന്നത്. ആദ്യമായിട്ട് വന്നത് അൻസിബയുടെയും ഋഷിയുടെയും ഫാമിലീസ് ആയിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്, ഈ ഹൗസിൽ ശത്രുതാപരമല്ലാതെ ജീവിക്കുന്നത്, അല്ലെങ്കിൽ പരസ്പരം കീരിയും പാമ്പും അല്ലാത്തവരുടെ ഫാമിലീസ് ആയിരിക്കും രണ്ടുപേർ വെച്ച് ഒരുമിച്ച് വരുന്നത് എന്നാണ്. കാരണം ഈ കണ്ടസ്റ്റൻസ് തമ്മിലുള്ള മത്സരം അല്ലെങ്കിൽ അവർ തമ്മിലുള്ള ഇഷ്യൂസ് ഈ ഫാമിലീസിലേക്കും ബാധിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ പരസ്പരം ശത്രുതയിൽ നിൽക്കുന്ന രണ്ടുപേരുടെ ഫാമിലീസ് ഒരുമിച്ച് വന്നാൽ ചിലപ്പോൾ പ്രശ്നമുണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് ബിഗ് ബോസിനും തോന്നാം. അതുകൊണ്ട് ഒരുമിച്ച് നിൽക്കുന്ന അല്ലെങ്കിൽ അധികം ശത്രുത ഇല്ലാത്ത ഫ്രണ്ട്സ് ആയിട്ടുള്ളവരുടെ ഫാമിലീസ് ആയിരിക്കും ഒരുമിച്ച് വരുന്നത്. അപ്പം അൻസിബയുടെയും ഋഷിയുടെയും ഫാമിലി വന്നത് കണ്ടപ്പോഴാണ് എനിക്ക് അങ്ങനെ തോന്നിയത്. അപ്പോൾ അർജുന്റെയും ശ്രീധുവിന്റെയും ഫാമിലി മിക്കവാറും ഒരുമിച്ചായിരിക്കാം വരുന്നത്. അതുപോലെ സായിയുടെയും നന്ദനയുടെയും ഒരുമിച്ചായിരിക്കാം വരുന്നത്. ജാസ്മിൻ റസ്മിൻ ഫാമിലി ഒരുമിച്ചായിരിക്കാം വരുന്നത്. അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നോക്കാം എങ്ങനെയാണ് ഫാമിലി അവർ അറേഞ്ച് ചെയ്യുന്നതെന്ന്. അതേസമയം സായി പറയുന്നുണ്ടായിരുന്നു, ഈ സായിയുടെയും നന്ദനയുടെ ഒക്കെ ഫാമിലീസ് ലാസ്റ്റ് വരാനാണ് സാധ്യത. കാരണം അവർ വൈൽഡ് കാർഡ് എൻട്രീസ് ആണ്. അവർ വന്നിട്ട് ഒരു 20-25 ദിവസമേ ആയിട്ടുള്ളൂ. ബാക്കിയുള്ളവർ 65 ദിവസത്തോളമായിട്ട് അവിടെ താമസിക്കുകയാണ്. അപ്പോൾ അവർക്കായിരിക്കണം പ്രയോറിറ്റി കൊടുക്കേണ്ടത്. കാരണം ഇവർ വന്നിട്ട് അധികം ദിവസമായിട്ടില്ല. നന്ദന വളരെ ഇമോഷണലാണ്. വീട്ടിൽ നിന്ന് ആദ്യമായിട്ട് മാറി നിൽക്കുന്നതിന്റെ ഇഷ്യൂസ് ആണ്. ബാക്കിയുള്ളവർ വർക്കിനും മറ്റുമായിട്ട് പുറത്ത് നിൽക്കുന്നതും പുറത്ത് ഹോട്ടലിലും ഒക്കെ താമസിച്ച് ശീലമുള്ളവരാണ്. അപ്പോൾ അവർക്കും ഫീലിംഗ് ഉണ്ടാകും. പക്ഷെ നന്ദന അധികം മെച്ചുവേർഡ് ആയിട്ടുള്ള ഒരു കുട്ടിയല്ല. നന്ദന ആദ്യമായിട്ടാണ് വീട്ടിൽ നിന്നും അമ്മയിൽ നിന്നും മാറി നിൽക്കുന്നതുകൊണ്ട് അതിന് കുറച്ച് കൂടുതൽ ഫീലിംഗ് ഉണ്ട്, കുറച്ച് കൂടുതൽ ഇമോഷൻസ് ഉണ്ട്. അത് കാത്തിരിക്കുകയാണ് അമ്മ വരാനായിട്ട്. അപ്പോൾ സായി നന്ദനയായിട്ടുള്ള സംസാരത്തിലും അതിനുശേഷം സായിയുടെ സംസാരത്തിലും മനസ്സിലാകുന്നത് സായി അച്ഛനെ കാണാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ്. അച്ഛനുമായിട്ട് എന്തോ വലിയ ഫ്രിക്ഷൻ, വലിയ തർക്കങ്ങളും പ്രശ്നങ്ങളും ഉണ്ട് എന്ന് സായി തന്നെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഈ ബിഗ് ബോസ് ഹൗസിൽ തന്നെ സായിയുടെ, ഋഷിയുടെ, മുമ്പ് ഔട്ടായ അബിയുടെ എല്ലാം അച്ഛന്മാർ വില്ലന്മാരാണ് വീട്ടിൽ. അച്ഛനുമായിട്ട് ഇവർക്ക് നല്ല ബന്ധമല്ല. മെയിൻലി ആൽക്കഹോളിസം അല്ലെങ്കിൽ മദ്യപാനമാണ് ഈ കാര്യങ്ങൾക്കൊക്കെ നോർമലി റീസൺ ആകുന്നത്. കേരളത്തിൽ നല്ലൊരു ശതമാനം ഇങ്ങനെ ഉണ്ട്. ആക്ച്വലി അച്ഛന്മാർ വില്ലന്മാരായിട്ടുള്ള ഫാമിലീസ് നല്ലൊരു ശതമാനം ഉണ്ടെന്നത് യാഥാർത്ഥ്യമാണ്. അപ്പോൾ സായി വളരെ ആത്മാർത്ഥമായിട്ട് വളരെ വിഷമത്തോടു കൂടി ബിഗ് ബോസിനോട് പറയുന്നുണ്ടായിരുന്നു, അച്ഛനെ കൊണ്ടുവരരുത്, സ്നേഹയും അമ്മയും വന്നോട്ടെ, കുഴപ്പമില്ല. സ്നേഹയും അമ്മയുമായിട്ട് വളരെ പ്രശ്നങ്ങളുണ്ട്, വളരെയധികം ഫ്രിക്ഷൻ ഉണ്ടെന്ന് സായി തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർ തമ്മിലുള്ള തർക്കം, ഇവർ ലവ് മാരേജ് ആയിരുന്നു. അപ്പോൾ അവർ തമ്മിലുള്ള തർക്കം, പക്ഷേ സ്ത്രീകളായതുകൊണ്ട് അവർ ഹൗസിലേക്ക് വരുമ്പോൾ അഡ്ജസ്റ്റ് ചെയ്ത് അഭിനയിച്ചൊക്കെ പിടിച്ചു നിന്നുള്ളൂ. പക്ഷെ അച്ഛനെ ഇങ്ങോട്ട് കൊണ്ടുവരരുത് എന്നാണ് സായിയുടെ ആവശ്യം. അപ്പോൾ ഈ ആഴ്ചത്തെ ഫാമിലി വീക്കിൽ എല്ലാവരുടെയും ഫാമിലീസ് വരും. അപ്പോൾ ഇങ്ങനെയായിരിക്കും, ഈ സീക്വൻസിലായിരിക്കും വരാൻ സാധ്യത എന്ന് തോന്നുന്നു. അതായത് വൈൽഡ് കാർഡ് എൻട്രീസ് ടുവേർഡ്സ് ദ എൻഡ് ആയിരിക്കും. മറ്റുള്ളവർ മുമ്പേ വന്നവരുടെ ഫാമിലീസ് ആയിരിക്കും ആദ്യം വരുന്നത്. അതും അപ്പോൾ ശത്രുത ഇല്ലാത്തവരുടെ ഫാമിലീസ് ഒരുമിച്ചായിരിക്കും വരുന്നത്. ഇന്നലെ ഈ ഫാമിലി ഡേ ആയതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് കണ്ടന്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. അതായത് ഇവർ പ്രതീക്ഷിച്ചതാണോ എന്തോ, ഈ പാട്ട് കേട്ടപ്പോൾ തന്നെ ഈ കണ്ടസ്റ്റൻസിനെല്ലാം എന്തോ ഡൗട്ട് വന്നു, ഫാമിലി വന്നു എന്ന് എല്ലാവരും ഡോളിലേക്ക് ഓടുകയാണ് ചെയ്തത്. അപ്പോൾ ചിലപ്പോൾ മുമ്പത്തെ സീസൺ കണ്ടുള്ള പരിചയമാവാം. എന്തായാലും അവർക്ക് ആ ഫീൽ ഉണ്ടായിരുന്നു ഫാമിലീസ് വരുന്നുണ്ട് എന്ന്. അപ്പോൾ അൻസിബയുടെ മദർ വന്നിട്ട് ആദ്യം കെട്ടിപ്പിടിച്ചത്, അല്ലെങ്കിൽ കൂടുതൽ കെട്ടിപ്പിടിച്ചത് ജാസ്മിനെയാണ്. ജാസ്മിനെ കുറച്ച് കൂടുതൽ ഇഷ്ടമുള്ളതുകൊണ്ടാണോ എന്തോ അവർക്ക് ജാസ്മിനെ കണ്ടുകൊണ്ട് ജാസ്മിൻ നിഷ്കളങ്കയാണെന്ന് തോന്നിയിട്ടുണ്ടാവും. എന്തായാലും ജാസ്മിനെയാണ് കെട്ടിപ്പിടിച്ചത്. അതിനുശേഷം അൻസിബയോട് സംസാരിച്ചവൾ പറയുന്നുണ്ടായിരുന്നു, ഋഷി ഒരു സ്വന്തം ബ്രദറിനെ പോലെയാണ് നിന്നെ ട്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ അൻസിബ പറയുന്നുണ്ടായിരുന്നു, എനിക്കും അഫ്സലോ ആ കുട്ടിയുടെ ബ്രദറിനെ പോലെയാണ് ഋഷിയെ ഫീൽ ചെയ്യുന്നത് എന്നുള്ള കാര്യവും മറ്റും അൻസിബ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഋഷിയുടെ ഫാമിലിയും വളരെ സിമ്പിൾ ആണ്. അമ്മയും ബ്രദറുമാണ് വന്നത്. അവർ അമ്മയുടെ അതേ ഫോട്ടോസ്റ്റാറ്റാണ് ഋഷിയും ബ്രദറും എല്ലാം. അപ്പോൾ അവരെല്ലാം പറഞ്ഞു പഠിപ്പിച്ചിട്ടാണ് അകത്തേക്ക് കയറ്റിയതെന്നാണ് തോന്നുന്നത്. കാരണം അവരെല്ലാം വന്നിട്ട് എല്ലാവരും നല്ലപോലെ കളിക്കുന്നുണ്ട്, എല്ലാവരും നല്ലതാണ്, എല്ലാവരും ഇഷ്ടമാണ്, അതൊക്കെയാണ് പറയുന്നത്. കാരണം ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ടാവും പുറത്തെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത്
കളിയെ പറ്റി ഡിസ്കസ് ചെയ്ത് യാതൊന്നും ഡിസ്കസ് ചെയ്തെന്ന് സ്പെസിഫിക്കലി പറഞ്ഞിട്ടായിരിക്കണം അകത്തേക്ക് കയറ്റിയിരിക്കുന്നത്. അല്ലെങ്കിൽ കൂടുതൽ പ്രശ്നങ്ങളുണ്ടാവും, കൂടുതൽ കോംപ്ലിക്കേഷൻസ് ഉണ്ടാവും. എന്തായാലും ഈ ഫാമിലീസിനെ സാക്ഷിയാക്കിക്കൊണ്ട് പതപ്പിക്കൽ ടാസ്ക് കാണുന്നു. ഈ പതപ്പിക്കൽ ടാസ്ക് ഒരു മേജർ മാമാങ്കം ചലഞ്ചിന്റെ ഭാഗമാണ്. ഈ മാമാങ്കം ചലഞ്ച് 12 ദിവസം നീണ്ടു നിൽക്കുന്നതാണ്. പണ്ടത്തെ 12 വർഷത്തിൽ ഒരിക്കലുള്ള മാമാങ്കം പോലെ ഈ മാമാങ്കം ചലഞ്ച് 12 ദിവസത്തേക്കാണ്. ഈ മാമാങ്കം ചലഞ്ചിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് നേടുന്ന ആൾ അല്ലെങ്കിൽ ടീം ഫൈനലിലേക്ക് ടിക്കറ്റ് ഫിനാലെ കിട്ടുമെന്നാണ് പറയുന്നത്. അപ്പൊ ടീമായിരിക്കാൻ സാധ്യതയില്ല, അതിൽ ഒരാൾക്ക് ടിക്കറ്റ് ഫിനാലെ കിട്ടും. ഒരു ടീമാണ് ജയിക്കുന്നതെങ്കിൽ ആ ടീമിലെ 4 പേരും അല്ലെങ്കിൽ 3 പേരും തമ്മിൽ പിന്നെ ഒരു മത്സരം ഉണ്ടാകാൻ സാധ്യതയുണ്ട് ടിക്കറ്റ് ഫിനാലേക്ക്. കാരണം വെറുതെ അങ്ങ് ഫിനാലേക്കുള്ള ടിക്കറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ടീമിനെ 4 പേർക്കോ അല്ലെങ്കിൽ 3 പേർക്കോ കൊടുത്തു കഴിഞ്ഞാൽ അത് അർത്ഥമില്ലാതാവുമല്ലോ. അപ്പോൾ ടിക്കറ്റ് ഫിനാലേക്ക് വേണ്ടിയുള്ള ഫസ്റ്റ് പതപ്പിക്കൽ ടാസ്കിൽ ജയിച്ചത് സായിയും സിജോയും അടങ്ങുന്ന ടീമാണ്. അപ്പൊ അവർ കുറച്ച് ഉടായ്പ് കാണിച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല, കാണിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം. കാരണം മറ്റുള്ളവരേക്കാൾ വളരെ മുമ്പ് തന്നെ അവിടെ സോപ്പ് തീർന്നു. അവർ സോപ്പ് സിപ്പിൽ ഉരച്ച് മുറിച്ച് കളയുകയാണ് ചെയ്തതെന്നാണ് കണ്ടപ്പോൾ നമുക്ക് തോന്നുന്നത്. അത് അവർ ഡെനിം ജീൻസ് ഇട്ടാണ് വന്നത്. അതിൽ ഉരയ്ക്കുമ്പോൾ തന്നെ നല്ല രീതിയിൽ പതയും, അതേസമയം അവർ ഉരയ്ക്കുകയും കൂടെ ചെയ്തു. സിപ്പിൽ ഉരച്ച് അതിന്റെ സൈസ് കുറച്ചു. കാരണം അവരുടെ ഇതിൽ മാത്രമാണ് വെള്ളം ഒഴുകിപ്പോകാതിരുന്നത്. ബാക്കിയുള്ളവരുടെ എല്ലാം വെള്ളം ഒഴുകിപ്പോയി, ഇവിടെ വെള്ളം കെട്ടി നിന്നു. അതിനർത്ഥം സോപ്പ് കയറി അടഞ്ഞു എന്ന് തന്നെയാണ്. വേറൊന്നുമില്ലല്ലോ അവിടെ അഴുക്കുകൾ അടയാനായിട്ട്. ഇനി സായിയുടെയും സിജോയുടെ മുടി അത്രയും കൊഴിഞ്ഞു എന്ന് ഉറപ്പില്ല, എന്നാലും അതിന് സാധ്യത കുറവാണ്. അപ്പോൾ സോപ്പ് കയറി അടഞ്ഞിട്ടാണ് അവിടെ വെള്ളം കെട്ടി നിന്നത് എന്നാണ് ഞാൻ കരുതുന്നത്. അത് തന്നെ ജാസ്മിനും പറയുന്നുണ്ടായിരുന്നു, ഇവന്മാർ സോപ്പ് മുറിച്ച് കളയുകയാണ് ചെയ്തതെന്ന്. അവർ എന്തായാലും സമ്മതിക്കില്ല. അവർ പറയുന്നത് സിപ്പിൽ ഉരച്ചിട്ടുണ്ടായിരുന്നു, ഉരച്ച് തേച്ച് തീർത്തതാണെന്നാണ് പറയുന്നത്. പക്ഷെ അത്രയ്ക്ക് എനിക്ക് തോന്നുന്നില്ല. അത് മുറിച്ച് കളഞ്ഞായിട്ടാണ് നമുക്ക് കാണുമ്പോൾ തോന്നുന്നത്. അപ്പോൾ ഈ ആഴ്ച ഇന്ന് ആടെ ഫാമിലിയാണ് വരുന്നതെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയാം. ഇപ്പോൾ ഈ കോണ്ടന്റ് ഫാമിലി ആയതുകൊണ്ട് നമുക്ക് പറയുന്നതിനും കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. കാരണം പ്രത്യേകിച്ച് വേറൊരു കണ്ടന്റ് ഇല്ല. അപ്പോൾ ഇന്നലെ ഫാമിലി വന്നതുകൊണ്ട് തന്നെ ഇന്നും നാളെയും എല്ലാം ഇവർ ഫാമിലി വെയിറ്റ് ചെയ്യും. അതുകൊണ്ട് ഹൗസിന്റെ അകത്തുള്ള ഫ്രിക്ഷൻസ് കുറയാൻ സാധ്യതയുണ്ട്. കാരണം ഇവരെല്ലാം ഈ ആടെ ഫാമിലിയാണ് വരുന്നത് എന്നുള്ള എക്സ്പെക്ടേഷനിലായിരിക്കും. പിന്നെ ഒന്ന് ഈ ഫാമിലി വരുന്നത് കൊണ്ട് തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാതെ നോക്കാൻ ഇവർ ശ്രമിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ അൻസിബ പറഞ്ഞ ഒരു കാര്യം, പ്രത്യേകിച്ച് പറഞ്ഞ ഒരു കാര്യം ജിൻഡപ്പനെ പറ്റിയാണ്. ജിൻഡപ്പൻ ആണ് ഏറ്റവും കൂൾ എന്നാണ് അൻസിബ പറയുന്നത്. ഏറ്റവും കൂടുതൽ കോമഡി, ഏറ്റവും കൂടുതൽ ഇഷ്യൂസ് എല്ലാം നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യുന്ന, കുറച്ച് കോമഡി ആയിട്ടുള്ള, കുറച്ച് എന്റർടൈനിങ് ആയിട്ടുള്ള വ്യക്തി ജിൻഡോ ആണെന്നാണ് പറയുന്നത്. അത് തന്നെ ജിൻഡോ അൻസിബയായിട്ട് ഒരിക്കലും ഫിക്ഷനിൽ വരുന്നത് കണ്ടിട്ടില്ല. അത് തന്നെയാണ് അൻസിബയും പറഞ്ഞത്. ജിൻഡോ എന്നെ ഒരിക്കലും ഒന്നും പറഞ്ഞിട്ടില്ല എന്ന്. എന്തായാലും ഫാമിലി വീക്ക് എങ്ങനെ പോകുന്നു, അതിനുശേഷം ഗെയിം എങ്ങനെ മുന്നോട്ട് പോകുന്നു നമുക്ക് നോക്കിക്കാണാം. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരാം. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും എന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.